ലവ് ജിഹാദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലും വാർത്തകളിലും ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്ക്. പല സംസ്ഥാനങ്ങളിലും ഈ പേരിൽ നിയമങ്ങൾ വന്നു. നിരവധി അന്തർമത വിവാഹങ്ങൾ സംശയത്തിന്റെ നിഴലിലായി. എന്നാൽ ഒരു പുതിയ പുസ്തകം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ മുസ്ലിം ഹിന്ദു വിഷയമല്ല, അതിന്റെ വേരുകൾ ജാതി വ്യവസ്ഥയിലാണ്. നിയമ അധ്യാപികയും എഴുത്തുകാരിയുമായ സമീന ദൽവായ് എഴുതിയ ലവ് ജിഹാദ് എ ഫെമിനിസ്റ്റ് റെറ്റലിംഗ് എന്ന പുസ്തകമാണ് ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. പുസ്തകത്തിന്റെ പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഈ ചർച്ച വിശദമാക്കുന്നത്. പുസ്തകത്തിന്റെ പ്രധാന വാദം ഇതാണ്: ലവ് ജിഹാദ് എന്നത് തെളിയിക്കപ്പെട്ട ഒരു സാമൂഹിക പ്രതിഭാസമല്ല, മറിച്ച് സ്ത്രീകളുടെ ജീവിതവും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക മുദ്രാവാക്യമാണെന്നാണ് സമീന ദൽവായ് പറയുന്നത്. അവർ പറയുന്നത്, രണ്ട് പ്രായപൂർത്തിയായ ആളുകൾ പ്രണയത്തിലാകുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്നത് ഒരു മതത്തെയല്ല, ഒരു വ്യക്തിയാണ്. എന്നാൽ സമൂഹം പലപ്പോഴും ആ ബന്ധത്തെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രമാണ് കാണുന്നത്. എന്നാൽ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം മറ്റൊന്നാണ്. ലവ് ജിഹാദ് ചർച്ചയിൽ എല്ലാവരും ഹിന്ദു മുസ്ലിം വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ അതിനുള്ളിൽ മറഞ്ഞു പോകുന്നത് ജാതി എന്ന വലിയ യാഥാർത്ഥ്യമാണെന്നാണ് എഴുത്തുകാരിയുടെ അഭിപ്രായം. ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി അന്തർജാതി വിവാഹങ്ങളെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരെ വിവാഹം കഴിച്ചാൽ അതിനെതിരെ കുടുംബവും സമൂഹവും അതിക്രമം നടത്തിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഓണർ കില്ലിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന പല കൊലപാതകങ്ങൾക്കും പിന്നിൽ ജാതിയാണ് പ്രധാന കാരണമെന്നത് മനുഷ്യാവകാശ സംഘടനകളും ഗവേഷണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. സമീന ദൽവായ് പറയുന്നത്, ഇന്നത്തെ ലവ് ജിഹാദ് വിവാദം ഈ ജാതി രാഷ്ട്രീയത്തെ മറച്ചുവെക്കുന്നു എന്നാണ്. കാരണം ശ്രദ്ധ മുഴുവൻ മുസ്ലിം പുരുഷന്മാരിലേക്ക് തിരിയുമ്പോൾ ദളിത് ബഹുജൻ സമൂഹങ്ങൾ നേരിടുന്ന പ്രണയ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങളും അതിക്രമങ്ങളും ചർച്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പുസ്തകം ചരിത്രത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ മതപരിവർത്തനവും ജാതി വ്യവസ്ഥയും തമ്മിൽ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നിരുന്നു. താഴ്ന്ന ജാതിക്കാർ ഇസ്ലാമിലേക്കോ ക്രിസ്തുമതത്തിലേക്കോ മതം മാറിയതിനെ തുടർന്ന് ഉയർന്ന ജാതി നേതൃത്വത്തിൽ ആശങ്ക ഉയർന്നുവെന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പിന്നീട് സ്ത്രീകളെയും വിവാഹത്തെയും ചുറ്റിപ്പറ്റിയ ഭയങ്ങളും രാഷ്ട്രീയ പ്രചാരണങ്ങളും വളർന്നുവെന്ന വാദം പുസ്തകം അവതരിപ്പിക്കുന്നു. എഴുത്തുകാരുടെ മറ്റൊരു പ്രധാന നിരീക്ഷണം പിതൃസത്തയെക്കുറിച്ചാണ്. ഒരു സ്ത്രീ ആരെ വിവാഹം കഴിക്കണം, ഏത് മതത്തിൽ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ആരോടൊപ്പം പുറത്തിറങ്ങണം എന്നതുവരെ സമൂഹം തീരുമാനിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലവ് ജിഹാദ് എന്ന ആശയം മതരാഷ്ട്രീയം മാത്രമല്ല, സ്ത്രീകളുടെ സ്വതന്ത്ര തീരുമാനങ്ങളിലേക്കുള്ള സാമൂഹിക നിയന്ത്രണത്തിന്റെ ഭാഗമാണെന്നും അവർ പറയുന്നു. ഇതിനിടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്, നിർബന്ധിത മതപരിവർത്തനവും വഞ്ചനാപരമായ വിവാഹങ്ങളും തടയാനാണ് ഇവ വേണ്ടതെന്ന്. അതേസമയം വിമർശകർ പറയുന്നത്, ഈ നിയമങ്ങൾ പ്രായപൂർത്തിയായ ആളുകളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിലും അന്തർമത വിവാഹങ്ങളിലും അനാവശ്യ ഇടപെടലുകൾക്ക് വഴിവെക്കുകയാണ്. ഈ വിഷയത്തിൽ രാജ്യത്ത് ഇപ്പോഴും ശക്തമായ രാഷ്ട്രീയവും നിയമപരമായ ചർച്ചകളും തുടരുകയാണ്. സമീന ദൽവായുടെ പുസ്തകം ഒരു അന്തിമ ഉത്തരമല്ല നൽകുന്നത്, പക്ഷേ അതൊരു പ്രധാന ചോദ്യമുയർത്തുന്നു. നാം ലവ് ജിഹാദ് എന്ന വിഷയത്തെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കുകയാണോ, അല്ലെങ്കിൽ അതിനുള്ളിൽ ജാതി, പിതൃസത്ത, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സാമൂഹിക നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ മറഞ്ഞു പോകുന്നുണ്ടോ? ഇന്ത്യയിലെ വിവാഹ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഈ ചോദ്യങ്ങൾ അവഗണിക്കാനാകില്ലെന്നാണ് പുസ്തകം വാദിക്കുന്നത്. അവസാനം, ഈ വിഷയം രാഷ്ട്രീയമായി ഏറെ വിവാദപരമാണ്, അതിനാൽ വിവിധ കാഴ്ചപ്പാടുകൾ നിലവിലുണ്ട്. സമീന ദൽവായുടെ പുസ്തകം അവയിൽ ഒന്നായി വിമർശനാത്മക വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. വായനക്കാരും പ്രേക്ഷകരും ലഭ്യമായ തെളിവുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും പരിഗണിച്ച് സ്വന്തം നിലപാട് രൂപപ്പെടുത്തുന്നതാണ് ഉചിതം.